ഇടുക്കിയിൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കഴിഞ്ഞ 24 മണിക്കൂറിൽ 23.44 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. ഏറ്റവും അധികം മഴ ലഭിച്ചത് തൊടുപുഴ താലൂക്കിലാണ്. 44.6 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. കുറവ് ഉടുമ്പൻചോലയിലും. ഡാമുകളിലും ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നുണ്ട്. ജില്ലയിൽ വീണ്ടും മഴ കനത്തു തുടങ്ങി. തൊടുപുഴ ഉൾപ്പെടെ ലോ റേഞ്ചിലും ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും 2 ദിവസമായി കനത്ത മഴ തന്നെയാണ് ലഭിക്കുന്നത്. ഇടുക്കിയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. തൊടുപുഴയിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ശക്തമായ മഴ ലഭിച്ചത്. ഇതേസമയം ഉടുമ്പൻചോലയിൽ മഴ ഇനിയും മടി കാണിക്കുകയാണ്. തൊടുപുഴയിൽ 44.6 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ഇടുക്കിയിൽ 18.2 മില്ലിമീറ്റർ മഴയും പീരുമേട്ടിൽ 27 മില്ലിമീറ്ററും ദേവികുളത്ത് 21.4 മില്ലിമീറ്ററും ഉടുമ്പൻചോലയിൽ 6 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇടുക്കിയിലാകെ 23.44 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇടിമിന്നലോടൊപ്പമുള്ള മഴയാണ് പല മേഖലകളിലും ലഭിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 24 വരെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പകൽ സമയം തന്നെ മാറി താമസിക്കുവാൻ ആളുകൾ തയ്യാറാവണമെന്ന് അധികൃതർ അറിയിച്ചു. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതിനാൽ തന്നെ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ലെന്ന് ഉറപ്പാക്കണം. ഡാമുകളിലും ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിൽ നിലവിൽ 2327.84 അടി ജലമാണ് ഉള്ളത്. സംഭരണശേഷിയുടെ 28.19% ജലമാണ് നിലവിലുള്ളത്. മറ്റ് ചെറു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇതേസമയം മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ മലയോര മേഖലയിലുള്ള ആളുകൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.